हालेलुया 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 बोले प्रभु यीशु महाराज की जय, परम पिता की जय, पावन आत्मा की जय. आज से करीब 25 साल पहले यही सत्य मुझे भी मिला. ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ സത്യം എന്നെയും തേടി വന്നു. हमारे यहाँ कहते हैं पापो हम पाप कर्म हम पाप आत्मा पाप संभव त्रागी माम पुंडरी काक्षम सर्व पाप हर हरे. मैं पापी हूँ, पापिष्ट हूँ, पाप में मेरा जन्म हुआ है, पाप ही मेरी प्रवृत्ति है, पाप ही मेरा स्वभाव है. हे प्रभु मुझे इस पाप से मुक्त करिए. ഞാൻ പാപിയാണ്, ഞാൻ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, പാപത്തിൽ ഞാൻ മരിക്കുന്നു. ഹേ ദൈവമേ, എന്നെ ഈ പാപത്തിൽ നിന്നും എന്നേക്കുമായി വിടുവിക്കണമേ. हमारा समाज, जिस समाज से मैं आता हूँ, वहाँ गुरु की बहुत बड़ी महत्वता है. गुरु इज वेरी इंपॉर्टेंट. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ഗുരു എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. हमारे यहाँ कहते हैं बिन गुरु ज्ञान न उपजे, बिन गुरु मिले न मोक्ष, बिन गुरु लखे न सत्य को, बिन गुरु कटे न दोष. बिना गुरु के आपको ईश्वर का ज्ञान नहीं मिल सकता. ഗുരു ഇല്ലാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുകയില്ല എന്നാണ് ഞങ്ങളുടെ അടുക്കൽ പഠിപ്പിക്കുന്നത്. मैंने अपने पिताजी से कहा, पिताजी मेरा गुरु कहाँ है, मुझे गुरु चाहिए. എന്റെ പിതാവിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്റെ ഗുരു ആരാണ്, എനിക്ക് ഗുരുവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. मेरे पिताजी ने कहा मैं तेरा गुरु हूँ. അപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, ഞാനാകുന്നു നിന്റെ ഗുരു. मैंने कहा पापा जी आप मेरे गुरु नहीं हो सकते क्योंकि आप सिगरेट पीते हो. ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു, നീ എന്റെ ഗുരു ഒരിക്കലും ആകാൻ സാധിക്കുകയില്ല, കാരണം നീ ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കാറുണ്ട്, मेरी माँ से लड़ते हो, നീ ഇടയ്ക്കിടയ്ക്ക് എന്റെ അമ്മയുമായിട്ട് വഴക്കടിക്കാറുണ്ട്, आप गुरु नहीं हो सकते. നീ എന്റെ ഗുരുവാൻ യാതൊരു സാധ്യതകളുമില്ല എന്ന് പറഞ്ഞു. मेरे पिताजी बहुत अच्छे योगा टीचर थे और तांत्रिक भी थे. എന്റെ പിതാവ് എന്ന് പറയുന്നത് നല്ല യോഗാചാര്യനും നല്ല മന്ത്രവാദിയുമായിരുന്നു. और मेरे पिताजी चीफ अकाउंटेंट ऑफिसर थे शेडोल मध्य प्रदेश में. മധ്യപ്രദേശിൽ എന്റെ പിതാവ് ചീഫ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. मुझे लगा मेरे पिताजी मुझे गुरु के बारे में बता सकते हैं. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്റെ പിതാവിന് എന്റെ ഗുരു ആരാണെന്ന് ഉള്ള വിഷയം എന്നോട് പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. तो मैंने कहा पिताजी आप गुरु नहीं हो सकते क्योंकि गुरु गीता में लिखा है गुरुर ब्रह्म गुरुर विष्णु गुरुर देवो महेश्वराय गुरुर साक्षात पराब्रह्म तस्मै श्री गुरुवे नमः. गुरु ईश्वर ही गुरु हो सकता है. ഈ ഗീതയിൽ എഴുതിയിരിക്കുകയാണ്, ഗുരു ഈശ്വരൻ ഗുരു തന്നെയാണ് എന്ന് ഗീതയിൽ എഴുതിയിരിക്കുന്നു. और कहता है अज्ञान तिमिरांधा से ज्ञान अंजन शलाक्यः चक्षुः उन्मीलितं येनम तस्मै श्री गुरुवे नमः. गुरु ही है जो पाप को, अज्ञानता को खत्म कर सकता है. ഗുരുവിന് മാത്രമാണ് പാപത്തിൽ നിന്ന് ഒരുവനെ പുറത്തെടുക്കുവാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. मैंने कहा ये गुरु कहाँ है? ഞാൻ ചോദിക്കാൻ തുടങ്ങി, ഈ ഗുരു എവിടെയാണ്? मेरे ग्रंथों में, मेरे पुस्तकों में गुरु का नाम नहीं लिखा लेकिन गुरु के गुण लिखे हुए हैं. എന്റെ ഗ്രന്ഥങ്ങളിൽ, എന്റെ പുസ്തകങ്ങളിൽ ഈ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പക്ഷെ കാണാൻ കഴിയുന്നില്ല. हमारे घर में बहुत सारे गुरु लोग आया करते थे, बाबा लोग. मेरे पिताजी बहुत दानी आदमी थे, तो उनसे मिलने के लिए बहुत सारे गुरु स्वामी बाबा लोग आया करते थे. എന്റെ പിതാവ് അറിയപ്പെടുന്ന ഒരു ധനികനായിരുന്നു, അതുകൊണ്ട് ഒത്തിരി ഗുരുക്കന്മാര് എന്റെ അടുക്കൽ, എന്റെ ഭവനത്തിൽ വരാറുണ്ടായിരുന്നു. मुझे याद है एक गुरुजी आए और मैं 5वीं कक्षा में था, तो वो गुरुजी आए घर में मांगने के लिए, चिल्लाए अलख निरंजन. എന്റെ ഭവനത്തിൽ ഒരു ഗുരു, ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കടന്നു വന്നിട്ട് എന്തോ ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു പറയണേ. गुरुजी का मध्य प्रदेश बहुत बड़ा था. ഈ മധ്യപ്രദേശിലുള്ളതായ ഗുരുക്കൾക്ക് വലിയ വയറുണ്ട്. बड़ा मध्य प्रदेश वाले और चिल्लाए अलख निरंजन. മധ്യപ്രദേശം വലുതാണ്. तो मैं बाहर निकला, मेरे घर में कोई नहीं था, सारे भाई बहन स्कूल में थे, मैं अकेला था. मैं बाहर निकला, चूंकि पिताजी ने कहा था कोई भी मांगने के लिए आए खाली हाथ नहीं जाने देना, तो मैंने एक लोटा चावल उठाया और उनको देने के लिए गया. എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ കാലിയാക്കി വിടരുത്, എന്തെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഒരു പാത്രം അരി അടിച്ച് ഈ മനുഷ്യന് കൊടുക്കുവാനായിട്ട് കൊണ്ടു കൊടുത്തു. जब मैं देने के लिए गया तो बाबा ने कहा ऐसे करके चिल्लाया, वो मैं डर गया. ഞാൻ ഈ അരിയുമായിട്ട് തന്റെ അടുക്കൽ ചെന്നപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണം കണ്ടിട്ട് ഞാൻ പേടിക്കാണ്ട് വെച്ചു. उन्होंने दीवार से, मैंने कहा आपको चावल नहीं चाहिए तो क्या चाहिए? ഞാൻ ചോദിച്ചു, നിനക്ക് അരി അല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. उन्होंने दीवार से मिट्टी निकाली, ऐसे थोड़ी सी, ऐसे मिट्टी निकाली, छोटी थोड़ी सी मिट्टी, क्ले, കുറച്ച് മണ്ണ് താനെ എടുക്കുവാനായി ചെറുതു. और उसको ऐसे किया और मोती बना दिया, पर्ल. അതിൽ ആ മണ്ണ്
മണ്ണുകൊണ്ട് താൻ ഒരു പവിഴം അതിൽ നിന്ന് ഉണ്ടാക്കാനിടയെ ചേർന്നു. अरे मैंने कहा अरे ये बहुत अच्छा, कुछ और दिखाओ. ഞാനിത് കണ്ടു വെച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. കുറച്ചും കൂടെ കാണിക്കാമോ, എന്തെങ്കിലും അതർ മാജിക് കാണിക്കാമോ എന്ന് ചോദിച്ചു. मेरे को ऐसे लाल लाल आंख से देखा, फिर उसको ऐसे किया और उसको अंगूठी बना दिया, रिंग बना दिया. വേഗത്തിൽ താൻ എന്നെ വളരെ രൂക്ഷമായി നോക്കാനിടയെ തീർന്നു. എന്നാൽ താൻ വേഗത്തിൽ മണ്ണുകൊണ്ട് ഒരു മോതിരം ഉണ്ടാക്കാനിടയെ തീർന്നു. फिर मैंने कहा और दिखाओ, कुछ और चमत्कार दिखाओ. ഇത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, വളരെ അത്ഭുതമായിരിക്കുന്നു, എന്നെ വേറെ എന്തെങ്കിലും കൂടെ കാണിക്കാമെന്ന് ചോദിച്ചു. बस बच्चा 5 रुपए 50 रुपए दे. ഇനി കാണിക്കണമെങ്കിൽ എന്റെ കയ്യിൽ 50 രൂപയെങ്കിലും തരണമെന്ന് പറഞ്ഞു. 50 रुपए दे. എനിക്ക് 50 രൂപ തരണമെന്ന് പറഞ്ഞു. बाबा जी आपने मिट्टी से मोती बनाया, मोती से अंगूठी बनाया, तो 50 रुपया भी बनाओ. ഞാൻ പറഞ്ഞു, ഗുരുജി നീ മണ്ണുകൊണ്ട് ഒരു പവിഴമുണ്ടാക്കി, അത് മാറ്റി നീ ഒരു മോതിരം ഉണ്ടാക്കി, അങ്ങനെയെങ്കിൽ അത് മാറ്റിയിട്ട് നീ 50 രൂപയുടെ നോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. वो भाग गया. പുള്ളി വേഗത്തിൽ തന്ന വഴിക്ക് വിട്ടു. मैंने उसके चेहरे से नकाब खींच लिया. ഞാൻ ईश्वर इन बातों में नहीं है. ഈശ്വരന് ദൈവം ഇതിലൊന്നുമില്ല എന്ന് താൻ മനസ്സിലാക്കി. हालेलुया. हालेलुया. मेरे दिल में था कि ईश्वर है कहाँ, कौन है वो? हमारे यहाँ कहते हैं ब्रह्मानंदम परम सुखदम केवलम ज्ञान मूर्तिम द्वंद्वातीतम गगन सदृश्यम तत्वमस्यादि लक्ष्यम एकम नित्यम विमलम अचलम सर्वादि साक्षी भूतम त्रिगुण रहितम सतगुरुम तम नमामि. इसका ट्रांसलेशन बिल्कुल नहीं हो सकता. इसका मतलब है ये गुरु की क्वालिटी 1 घंटे का मंत्र है. ഈ ഗുരുവിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്ന മന്ത്രം 1 മണിക്കൂറിന്റെ മന്ത്രമാണ്. 1 घंटे के मंत्र को मैं चैंटिंग करता था और सोचता था कि गुरु कहाँ छुपा हुआ है. ഞാൻ ഈ 1 മണിക്കൂറിന്റെ മന്ത്രം ഉരുവിടാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട് ഹൃദയത്തിൽ, ഈ ഗുരു എവിടെയായി ഇരിക്കുന്നത്? ये जो लिखा है किसके बारे में लिखा हुआ है? ഇത് ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. लेकिन मेरे बहुत प्रयास करने पर भी वो मुझे नहीं मिला. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് അന്വേഷിച്ചിട്ടും എനിക്ക് ആ ഗുരുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. एक दिन मेरे पिताजी ने कहा, बेटा तू रोज मुझसे पूछता है गुरु 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 गुरु, मैं तेरे को तंत्र साधना सिखाऊंगा, तू अपना खुद का गुरु बन जाएगा. എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, നീ എന്നും എന്നോട് ചോദിക്കുന്നുണ്ട് ഗുരു എവിടെയെന്ന്. ഞാൻ നിന്നെ മന്ത്രവാദം പഠിപ്പിക്കാം, നീ സ്വയം ഒരു ഗുരുവായി തീരുമെന്ന് പറഞ്ഞു. भाई मैंने कहा ये अच्छी बात है, मैं खुद का गुरु बन जाऊंगा. थोड़ा इंटरेस्टिंग बात लगी. ഇതെനിക്ക് വളരെയധികം ആശ്ചര്യമായി തോന്നി, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഞാൻ ഒരു ഗുരുവാൻ പോകുന്നു. वो पिताजी ने मुझे तंत्र साधना सिखानी शुरू की. 7 दिन का कोर्स था वो. 7 ദിവസത്തെ ഒരു കോഴ്സാണ് ഒരു മന്ത്രവാദി ആകുക എന്നുള്ളത്. അതിനുവേണ്ടി എന്റെ പിതാവ് എന്നെ തയ്യാറാക്കുവാൻ തുടങ്ങി. इससे करके मुझे 8 घंटे तपस्या करनी. ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് 8 മണിക്കൂർ തപസ് ചെയ്യുവാൻ ആരംഭിച്ചു. 8 घंटे 8 മണിക്കൂർ തുടർച്ചയായി. आप 8 मिनट नहीं कर पाओगे. നിങ്ങൾക്ക് 8 മിനിറ്റ് ഇതുപോലെ കാണിക്കാൻ സാധിക്കുമോ? हालेलुया. हालेलुया. बोले प्रभु यीशु महाराज की जय. और वो 8 घंटे में कितने ज्यादा ही घंटे तपस्या की मैंने. ഞാൻ 8 മണിക്കൂറല്ല, അതിൽ കൂടുതലും ഇതുപോലെ തപസ് ചെയ്യാൻ തുടങ്ങി. और शिद्दत से कर रहा था और मैं 5वीं कक्षा में पढ़ाई कर रहा था उस समय. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ തപസ് ചെയ്യാൻ തുടങ്ങിയത്. दिल से कर रहा था. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് ചെയ്യാൻ തുടങ്ങിയത്. और जब 7वां दिन पूरा हुआ, 7 ദിവസം ഈ മന്ത്രവാദത്തിന്റെ ഈ അഭ്യാസങ്ങൾ കഴിഞ്ഞപ്പോൾ उस रात को मैं अपने कमरे में सो रहा था. ഞാൻ എന്റെ മുറിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് रात के 2 बजे मेरे कमरे में मुझे कुछ अजीब सा लगा. എന്റെ 2 മണി രാത്രിയിൽ എന്റെ മുറിയിൽ എന്തോ അവ്യക്തമായ ചില ശബ്ദങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. और मैंने कंबल ओढ़ रखा था, ठंडी का समय था. വളരെ തണുപ്പുള്ള സമയമായതുകൊണ്ട് ഞാൻ കമ്പിളി വളരെയധികം പുതച്ച് കിടക്കാൻ തുടങ്ങി. और मैंने ऐसा लगा कि मेरे पैर के पास कोई बैठा हुआ है. എനിക്ക് മനസ്സിലായി എന്റെ കാൽപാദത്തിൽ ആരോ ഇരിക്കുന്നുണ്ട്. मैंने अपना कंबल हटाया तो क्या देखा, एक औरत मेरे पैर के पास बैठी. ഞാൻ എന്റെ കമ്പിളി മാറ്റി നോക്കി, എന്റെ കട്ടിലിൽ ഇതായിരിക്കുന്ന ഒരു സ്ത്രീ. और उसका पूरा शरीर औरत का है और मुंह सुअर का है. ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ ഒരു സ്ത്രീയുടെയും മുഖം എന്ന് പറയുന്നത് ഒരു ഏഞ്ചലിന്റെയുമാണ്. ഒരു പന്നിയുടെ മുഖവും സ്ത്രീയുടെ ശരീരവുമായിട്ടുള്ള മനുഷ്യ സ്ത്രീ ആയിരുന്നു അത്. बोले प्रभु यीशु महाराज की पिता की. ये बताने में तो बड़ा आसान लग रहा है, लेकिन जब मैंने उसको देखा मैं बेहोश हो गया, मुझे कुछ याद ही नहीं. ഇത് പറയുമ്പോൾ വളരെ ചിരി വരുന്നുണ്ടെങ്കിലും ഞാനത് കണ്ടിട്ട് വളരെയധികം പേടിക്കുവാനിടയായി തീർന്നു. लेकिन मैं बीमार हो गया, बहुत दिन लगे मुझे ठीक होने में. ഈ 3 മണി രാത്രിക്ക് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, വളരെയധികം പേടിച്ച് ഭയന്ന്
പനിക്കുവാനിടയായി തീർന്നു. लेकिन जब मैं ठीक हुआ मुझे एहसास हुआ कि ये रास्ता जो मेरे पिताजी बता रहे हैं ईश्वर का या गुरु का नहीं है, किसी शैतान का रास्ता है. അന്ന് രാത്രി എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ എന്റെ പിതാവ് പറഞ്ഞു തന്നതായി മാർഗം എന്ന് പറയുന്നത് അതേതോ സാത്താന്യ മാർഗങ്ങളാണ്. അത് ദൈവത്തിന്റെ അടുക്കലേക്കുള്ളതായ വഴിയല്ല എന്നുള്ളത് ഞാൻ യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞു. मैं खोज रहा था, ठीक होने के बाद भी खोज रहा था कि गुरु आप कहां हो, सच्चा गुरु कहां छुपा है जो मुझे जिंदगी का रास्ता दिखाएगा. हमारे यहाँ कहते हैं जिन गुरु जैसा जानिया तिनको तैसा लाभ, ओ से प्यास न भगसी जब लगी धसाए न आप. ओस चाटने से प्यास नहीं बुझती जब तक कि एक लोटा पानी न मिल जाए. सुनने वाले ताली बजाए. हालेलुया. मैं सोच रहा था यार गुरु कहाँ है. ഞാൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം വീണ്ടും ഇതേ ചോദ്യം ആവർത്തിക്കാൻ തുടങ്ങി. ഈ ഗുരു എവിടെയാണ് ഉള്ളത്? और मैं आपको बताऊं 12वीं में बड़े अच्छे नंबर से पास हुआ, मेरिट लिस्ट में आया मैं. ഞാൻ എന്റെ പഠനമെല്ലാം ഞാൻ നല്ല നിലയിൽ പൂർത്തിയാക്കി മെറിറ്റ് ലിസ്റ്റിൽ തന്നെ ഞാൻ പുറത്തു വന്നു. मेरा एडमिशन सीधे दिल्ली यूनिवर्सिटी में हो गया. मेरिट लिस्ट में आया, दिल्ली यूनिवर्सिटी में एडमिशन. ഞാൻ നേരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ ബിരുദം എടുക്കുവാൻ ആരംഭിച്ചു. कॉलेज में पहुंच गया, लेकिन पहले दिन कॉलेज में मैंने देखा नशा, गैंग, ड्रग्स, बदमाशी, सारे कुकर्म हो रहे वहां. ഞാൻ ഒന്നാമത്തെ ദിവസം കോളേജിൽ എത്തുമ്പോൾ ഞാൻ വളരെയധികം അന്താളിച്ചു പോകാനിടയായി തീർന്നു. അവിടെ മുഴുവൻ ഡ്രഗ്സും സിഗരറ്റും. मुझे लगा कि मैं कहां गया हूं, मुझे भाग जाना चाहिए. मैं बड़ा धार्मिक प्रवृत्ति का, बड़े अच्छे घर का और ईश्वर का खोजी हूं. ये मैं कहां आ गया, मुझे नहीं पढ़ना यहाँ पर. ഞാൻ അന്ന് മനസ്സിലാക്കി ഇവിടെ എനിക്ക് പഠിക്കാൻ കഴിയത്തില്ല, എനിക്കിവിടെ പഠിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം ഞാൻ ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയാണ്, നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്, എനിക്കിവിടെ നിൽക്കുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. लेकिन मेरे माँ बाप ने मुझे डांटा, कहा तेरे को बड़े बड़े दर्शन, बड़े इच्छा, बड़े सपने के साथ भेजा है, वही पढ़ना है तेरे को. मैं कॉलेज जाने लगा, मेरे सीनियर्स मिले, सीनियर्स ने मेरा हाथ पकड़ा, उन्होंने कहा टक बिल्ली की तरह घूमता है, हम तेरे को शेर बनाएंगे, हाँ तेरे को अमृत रस पिलाएंगे. എന്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു, പ്രിയ കുഞ്ഞെ നിന്നെ വിട്ടിരിക്കുന്നത് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ്, ഏറ്റവും നല്ലതായ ഒരു കോളേജിലേക്കാണ് നിന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, നിനക്ക് അവിടെ നിന്ന് പോരാൻ കഴിയത്തില്ല, നീ അവിടെ തന്നെ നിന്ന് പഠിക്കണം. എന്റെ കൂട്ടുകാരൻ, എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ എന്നെ വന്ന് പറഞ്ഞു, എന്നെ വിളിക്കാനിടയിൽ തീർന്നു, ഒരു പൂച്ചയുടെ രീതിയിൽ നീ പേടിച്ചോടാൻ പോകല്ലേ, നിന്നെ ഞങ്ങൾ സിംഹമാക്കാൻ പോവുകയാണ്, നീ ഞങ്ങളുടെ കൂടെ വരിക, നമുക്ക് അമൃതരസം കുടിക്കാമെന്ന് പറഞ്ഞു. और मैं उनके फेलोशिप में उन्हीं के जैसा बन गया. ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടി അവരെ പോലെ ഒരുവനായി തീർന്നു. शराब पीने लगा, ഞാൻ മദ്യം പാനം ചെയ്യാൻ തുടങ്ങി, लड़ाई झगड़ा करने लगा, വഴക്കടിക്കാൻ തുടങ്ങി. उनकी गैंग का लीडर बन गया. कुछ ഞാൻ അവരുടെ ലീഡറായി മാറി. साल में मैं उस गैंग का बड़ा लीडर हूँ. ആ ഗ്യാങ്ങിന്റെ ലീഡറായി തീർന്നു ഒറ്റ വർഷത്തിനുള്ളിൽ. दूसरे साल में NSUI के लिए सेंट्रल काउंसिलर के इलेक्शन के लिए मेरा नॉमिनेशन आ गया. രണ്ടാമത്തെ വർഷം NSUവിന് വേണ്ടിയിട്ട് എന്റെ പേര് ഇലക്ഷനിൽ പേര് വരാനിടയായി തീർന്നു. जैसे एक फिल्म की दुनिया होती है, फिल्म की दुनिया की तरह मेरी दुनिया एकदम बदल गई. ഒരു സിനിമാ ലോകം പോലെ എന്റെ ജീവിതം ഇങ്ങനെ മാറുവാനിടയായി തീർന്നു. नहीं कभी कभी देखे आपने वो छोटा बच्चा रोटी उठा के दौड़ते दौड़ते आगे चल के बड़ा हो जाता है फिल्म में, बिल्कुल ऐसे ही हो गया मेरे साथ. ഒരു ഈ സിനിമയിൽ നിങ്ങൾ കാണുന്ന പോലെ ഒരു കൊച്ചുകുട്ടി ഒരു റൊട്ടിയും എടുത്ത് ഓടുന്നു, കുറെ കഴിഞ്ഞ് അവൻ ഓട്ടം ഓടി ജീവിതം വലിയ മനുഷ്യനായി തീരുന്ന പോലെ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാനിടയായി തീർന്നു. मेरे कॉलेज में सेकंड ईयर में जैम सेशन प्रोग्राम चल रहा था. अमिताभ बच्चन, हेमा मालिनी और शक्ति कपूर को हम लोगों ने इनवाइट किया हुआ था. एक ग्रैंड प्रोग्राम था बड़े स्टेडियम में. കോളേജിൽ രണ്ടാം വർഷം വലിയ പ്രോഗ്രാം നടക്കുവാനിടയായി തീർന്നു. ബോളിവുഡിലുള്ളതായ ഒത്തിരി സിനിമാക്കാർ അവിടെ വരാനിടയായി തീർന്നു. और वहां पर सारे हमारे गैंग के अलग से लोग नाच रहे थे और सबने शराब पी हुई, सब नशे में झूम रहे थे. അവിടെയുള്ളതായ ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും മദ്യപിച്ച് ലെക്ക് കെട്ട് അവിടെ കിടന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. आज जिस साधु को आप देख रहे हो ना, ये साधु को देख रहे हो, നിങ്ങൾ ഈ സാധുവിനെ കാണുന്നുണ്ടല്ലോ, वो बहन जी मेरी दाढ़ी बड़े ध्यान से देख रही है. അവിടെ ഇരിക്കുന്നതായ ആ അങ്കിൾ എന്റെ താടി വളരെ സൂക്ഷ്മതയോടെ നോക്കുന്നുണ്ട്. ऐसे ऐसे करके देख रही. ഇങ്ങനെ നോക്കുന്നുണ്ട് എന്റെ താടിയിലേക്ക്. मैं छत्तीसगढ़ में प्रोग्राम दे रहा था. ഞാൻ ഛത്തീസ്ഗഡിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. और बीच बीच में मैं नाच रहा था. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കളിച്ചുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. और उस समय दाढ़ी थोड़ी बड़ी रखी थी मैंने. അന്ന് താടി കുറച്ചുകൂടെ വലുതായിരുന്നു. तो एक औरत बहुत जोर जोर से रो रही थी. ഒരാൾ അവിടെ നിന്ന് വളരെയധികം കരയാനിടയായി തീർന്നു. और प्रोग्राम पश्चाताप के ऊपर था. അന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് മാനസാന്തരത്തെ കുറിച്ചുള്ളതായിരുന്നു. उसका टाइटल था पश्चाताप. അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് മാനസാന്തരം എന്നുള്ളതായിരുന്നു. तो दूसरे दिन
फिर वो रोने लग गई। രണ്ടാമത്തെ ദിവസവും ആ വ്യക്തി കിടന്ന് കരയാനിടയായി തീർന്നു. तो मुझे लगा यार ये अम्मा जी को पश्चाताप हो रहा है। ഞാൻ ചിന്തിച്ചു ഈ വ്യക്തിക്ക് വളരെയധികം മാനസാന്തരം ഉണ്ടായിട്ടുണ്ട് രണ്ടാം ദിവസവും കരയുന്നത് കണ്ടപ്പോൾ. आपको मैं एक बात बता दूं, आप बहुत कम लोग हो मेरे सामने। ഇന്ന് എന്റെ മുമ്പിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. मेरे प्रोग्राम में 2 लाख लोग 1 लाख वापन होते ही। സാധാരണഗതിയിൽ എന്റെ പ്രോഗ്രാമിന് 1 ലക്ഷം 2 ലക്ഷം പേരാണ് വരുന്നത്. आपको बता दूं कोई नहीं दिखाई देता, केवल मुंडी 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 सिर 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 हेड हेड ओनली हेड। എനിക്ക് ആരുടെയും മുഖം കാണാൻ കഴിയുമായിരുന്നില്ല, തലകൾ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. വളരെ ദൂരത്തിൽ ആളുകൾ ഇരിക്കുന്നത് കൊണ്ട് प्रोटोकॉल होता है, हम नीचे नहीं जा सकते। അവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് താഴെ ഇതുപോലെ ഇറങ്ങി വരാൻ കഴിയുകയില്ല. लेकिन मैं नीचे उतरा എന്നാൽ ഒരു ദിവസം ഞാൻ താഴെ ഇറങ്ങാനിടയായി തീർന്നു. और उसी औरत के पास गया। ഞാൻ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായ ആ സ്ത്രീയുടെ അടുക്കലേക്ക് ഓടി ചെന്നു. सिर में हाथ रख के बोला, अम्मा जी मत रो, मुझे मालूम है आप पश्चाताप कर रही हो। ഞാൻ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, പ്രിയ മാതാവേ നീ ഇനി കരയണ്ട, എനിക്ക് മനസ്സിലായി നീ വളരെയധികം മാനസാന്തരം ഉണ്ടായിട്ടാണ് കരയുന്നത്. पश्चाताप करने वाले व्यक्ति को प्रभु माफ करते हैं। प्रभु ने आपके सारे पाप माफ कर दिए, चुप हो जाओ। മാനസാന്തരപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് ദൈവം ചെയ്യുന്നത് അവന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ കരയണ്ട എന്ന് പറഞ്ഞു. उसने कहा पश्चाताप पश्चाताप कुछ नहीं हो रहा बाबा जी। എന്റെ ജീവിതത്തിൽ മാനസാന്തരവും മനംതിരിവും ഒന്നും ഉണ്ടാവുന്നില്ല ബാബാജി എന്ന് താൻ മറുപടി പറഞ്ഞു. मैंने कहा तुम क्यों रो रही हो? बैटरी इसको पश्चाताप हो रहा है लगता है। ഇതിന് മാനസാന്തരം मैंने कहा तो फिर क्यों रो रही हो अम्मा जी? ഞാൻ പറഞ്ഞു, മാതാവേ കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞു. उसने कहा गुरुजी, അദ്ദേഹം എന്നോട് മറുപടി പറയുകയാണ്, ഗുരുജി 3 महीना पहले मेरा बकरा मर गया। 3 മാസം മുമ്പ് എന്റെ ആട് ചത്തുപോയി. बकरा को क्या बोलते हैं? ट्रांसलेशन सही है। 3 महीना पहले मेरा बकरा मर गया 3 മാസം മുമ്പ് എന്റെ ആട് ചത്തുപോയി. और उस बकरे की दाढ़ी बिल्कुल आपके जैसी थी। അതിനൊരു താടി ഉണ്ടായിരുന്നു, അത് താങ്കളുടെ താടി പോലെ തന്നെയാണ് और ഇരിക്കുന്നത് आप പറഞ്ഞു. बात करते हो ऐसे ऐसे करते हो, आपकी दाढ़ी हिलती है तो हमको हमारा बकरा याद आता നിന്റെ है। താടി ഇങ്ങനെ ആടുന്നത് കണ്ടപ്പോൾ എന്റെ ചത്തുപോയ ആടിനെ കുറിച്ച് ഞാൻ ഓർക്കാനിടയായി തീർന്നു. अरे मैं भागा वहां से, मैंने कहा ये क्या पागलपन, उसको मेरे दाढ़ी देख के बकरा याद आ रहा है। ഞാൻ അവിടെ നിന്ന് ഓടാനിടയായി ചേർന്നു. ഇത് എന്നാ സ്ത്രീയാണ്, അവർ എന്റെ താടിയെ കണ്ടിട്ട് അവരുടെ ചത്തുപോയ ആടിനെ ഓർത്തുന്നത്. आदमी क्या क्या देख सकता है, क्या क्या सोच सकता है। मैंने कभी सपने में नहीं सोचा कि मेरे को देख के उसको बकरा याद आएगा। അവൻ മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. എന്റെ താടി കണ്ടിട്ട് അവർക്ക് ഓർമ്മ വന്നത് ചത്തുപോയ ആടിനെയാണ്. मुझे नहीं मालूम आपको मैं देख के क्या याद कर रहे हो, मुझे देख के क्या सोच रहे हो। നിങ്ങൾ എന്നെ നോക്കി എന്താ ചിന്തിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. हालेलुया हालेलुया। मैं ट्रेन में जा रहा था, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. एक औरत मेरे को ऐसे देख रही। ഒരു സ്ത്രീ എന്നെ ഇങ്ങനെ നോക്കാനിടയായി ചേർന്നു. औरतें बाबा लोग के पीछे बहुत जल्दी पड़ती हैं। സ്ത്രീകൾ ബാബാലോകിന്റെ പുറകെ ബാബയായിട്ടുള്ളതായ ആളുകളുടെ പുറകെ വേഗത്തിൽ ഓടിച്ചെല്ലാനിടയായി. हालेलुया ഹല്ലേലൂയ. और वो मेरे से कहती, बाबा जी അവരിങ്ങനെ വിളിക്കാനിടയായി, ബാബാജി मैं बहुत परेशान हूँ। എന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്, പ്രയാസമുണ്ട്. मैंने कहा क्या हो गया? എന്താ സംഭവിച്ചതെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചു. हम फर्स्ट क्लास एसी में थे, वो सामने बैठी थी। ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് എസിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്റെ മുമ്പിലാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. उसने कहा, बाबा जी एक बाबा मेरे घर में आए थे और मेरे को देख के बोले तेरे ऊपर 9 ग्रह लगे हुए। എന്റെ വീട്ടിൽ ഓരോ ബാബാജി വരാനിടയായി ചേർന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് 9 വീടുകൾ നൽകുവാനിടയായി ചേരുമെന്ന് പറഞ്ഞു. 9 ग्रह। वो देखो ट्रांसलेशन कर रही वहां से। क्या ग्रह? 9 ग्रह, 9 ग्रह प्लैनेट होते हैं ना, 9 ग्रह लगे हुए हैं। നിനക്ക് സൗരയൂഥം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ठीक है, 9 ग्रह लगे। तो मैंने कहा उसका पति एमएलए, मेंबर ऑफ लेजिस्लेटिव असेंबली, एमएलए की वाइफ बैठी हुई। അത് എംഎൽഎയുടെ ഭാര്യയായിരുന്നു. उसने कहा, बाबा जी वो बाबा ने कहा तेरे ऊपर 9 ग्रह लगे हुए हैं, तब से मेरे सिर में ऐसा लगता है कि 9 ग्रह घूम रहे हैं। എന്നോട് ആ ബാബാജി പറഞ്ഞു, നിനക്ക് സൗരയൂഥം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ മുതൽ എന്റെ തല ഇങ്ങനെ കിടന്ന് तो मैंने कहा बाबा ने सॉल्यूशन क्या बताया है आपको? അപ്പോ प्रॉब्लम बताइए तो सॉल्यूशन भी बताएगा। तो सॉल्यूशन क्या बताया? അപ്പോൾ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ അതേ ബാബ എന്ത് ഉത്തരമാണ്, എന്ത് സൊല്യൂഷൻ ആണ് നിനക്ക് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. उसने बताया बाबा ने कहा है 11 लाख का हवन करना पड़ेगा।
ആ ബാബ എന്നോട് പറഞ്ഞത് 11 ലക്ഷത്തിന്റെ 11 लाख का हवन करना पड़ेगा स्वाहा। അവൻ 11 ലക്ഷത്തിന്റെ ഒരു യജ്ഞം നടത്തണമെന്ന് താൻ പറയാനിടയായി. मैंने कहा तब तो बाबा जी जरूर शांत हो जाएंगे। തീർച്ചയായും ആ ബാബാജി സന്തോഷവാനായി തീരുമെന്ന് ഞാൻ मैंने कहा बहन വിശ്വസിക്കുന്നു. जी आपको क्या चाहिए ना? बोले मेरे को गुरुजी आपका चेहरा देख के लगता है कि आप मेरा निवारण कर सकते हैं। ആ സ്ത്രീ എന്നെ നോക്കി പറഞ്ഞു, നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എന്റെ വിഷയത്തിൽ നിനക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. तो मैंने कहा बहन जी आपको ऐसा लगता है तो मैं अपने गुरु से प्रार्थना करूंगा कि आपके ऊपर एक ग्रह और लग जाए। ഓക്കെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, അതുകൊണ്ട് നിനക്ക് ഒരു ഗ്രഹം കൂടി നിന്റെ ജീവിതത്തിൽ ലഭിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. तो उसने कहा आप मेरे जले पर नमक छिड़क रहे हैं। നീ എന്റെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നത്തെ സൃഷ്ടിക്കുകയാണോ എന്ന് ചോദിച്ച് കരയാനിടയെ ചേർന്നു. जले पर नमक छिड़क रहे, आप तो मेरे को और प्रॉब्लम बता रहे हो। 1 ग्रह लगा, 9 ग्रह लगा, एक और लगाओगे? നീ എന്റെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നത്തെ വർദ്ധിപ്പിക്കുകയാണോ? ഇപ്പോൾ 1 അത് 9 ആയി, ഇപ്പൊ വീണ്ടും ഒന്നുകൂടി ആഡ് ചെയ്ത് 10 ആക്കുകയാണോ? 9 में मजा नहीं आ रही बेटा। 1 2 3 10 ना, रावण की मुंडी के जैसा 10 रावण एकदम इक्वल। 10 എന്ന് പറഞ്ഞു. तो उसने कहा अब ऐसे मजाक मत करिए बाबा जी, मैं നീ ഇങ്ങനെ കളിയാക്കല്ലേ എന്ന് പറഞ്ഞ് അവരിങ്ങനെ കരയാൻ തുടങ്ങി. मैंने कहा बहन जी मैं अपने गुरु यीशु मसीह से प्रार्थना करूंगा कि तेरे ऊपर अनुग्रह लग जाए। ഞാൻ പറഞ്ഞു, പ്രിയ സഹോദരി, ഞാൻ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. अनुग्रह 9 ग्रह दुनिया के, मेरा तो बस अनुग्रह है। हालेलुया। 9 ഈ സൗരയൂഥം മുഴുവൻ എന്റെ തലയിലാണ്. അനുഗ്രഹത്തെ കുറിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞു. सभी लोग खड़े हो जाएंगे। എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. समय समाप्त हो गया, 9:30 का टाइम है। 9:30 മണിയായി. സമയം